ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ സമയം 6 മണിയായിട്ടുണ്ട്. അപ്പോൾ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഫോണിൻ്റെ വെട്ടം കൊണ്ട് ഇച്ചിരി ഒരു വെട്ടം തോന്നണം കേട്ടോ. അപ്പോൾ അടുക്കളയിലേക്ക് ചെല്ലാൻ നമുക്ക് ആദ്യം തന്നെ. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിനോട്ടൻ രാവിലെ പോകേണ്ട ദിവസമാണ്. അപ്പോൾ ചായ കുടിക്കാനൊന്നും നിൽക്കണില്ല. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ നിൽക്കണ്ടെന്ന് ഓർത്തിട്ട് പെട്ടെന്ന് തന്നെ ചപ്പാത്തിക്കൊക്കെ കുഴക്കണതാണ് കേട്ടോ. പക്ഷേ പറഞ്ഞു ഒരു 6:30 6:45 ഒക്കെ ആകുമ്പോഴത്തേനും പോകണം, അതുകൊണ്ട് ചായ കുടിക്കാൻ നിൽക്കണില്ല എന്ന് പിന്നെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ എൻ്റെ ഷർട്ടും കൊണ്ടുവന്ന് തേച്ച് തന്നേക്കാൻ പറഞ്ഞ കാരണം ചായ കുടിക്കണില്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ധൃതി പിടിച്ച് പണിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നോർത്തിട്ട് ഞാൻ പിന്നെ ഷർട്ടും മുണ്ടുമൊക്കെ തേച്ച് കൊടുക്കാനായിട്ട് പോയി. അപ്പോൾ അതിന് മുമ്പായിട്ട് പരിപ്പ് എടുത്ത് കുക്കറിനകത്ത് ഇട്ടെടുത്ത് വെച്ചു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സാമ്പാറാണ് ചപ്പാത്തിക്ക്. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു കറിയും കൂടെ ഉണ്ടെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം അങ്ങ് പോയി കിട്ടുമല്ലോ. പിന്നെ ഇന്നിപ്പോൾ ഞാൻ തന്നെ വീട്ടിലുള്ളൂ. അപ്പോൾ ഇന്നലെ മീൻ നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച മീനില്ലേ, അത് മീൻ പീര വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഇത്തിരി ബാലൻസ് ഉണ്ട്. അപ്പോൾ അത് ഉച്ചക്കത്തേക്ക് എനിക്കതുണ്ട്. അപ്പോൾ വൈകുന്നേരത്തേക്ക് ഇച്ചിരി ഉണക്കമീൻ ഇരിപ്പുണ്ട്. അത് വറുത്ത് കഴിഞ്ഞാൽ സാമ്പാറും ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്കും അച്ചുക്കൂട്ടൻ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്കും അല്ല, ഞാൻ എന്താ പറയണേ, ബിനുവേട്ടൻ്റെ ഷർട്ടും മുണ്ടുമൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടുക്കളയിലേക്ക് കയറിയത്. ബിനുവേട്ടനെ പറഞ്ഞു വിട്ട്. അപ്പോൾ അത് അന്നേരത്തേക്കാണ് അച്ചുക്കൂട്ടൻ വിട്ട് എണീറ്റ് വന്നത് കേട്ടോ. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ പണിയൊക്കെ ചെയ്യാനും എല്ലാത്തിനും. അപ്പോൾ അതുകൊണ്ട് തന്നെത്താനെ വേഗം പോയി ബ്രഷൊക്കെ ചെയ്ത് വേഗം കുളിച്ചോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അച്ചുക്കൂട്ടൻ ഓക്കെയാണ്. ധ്യാനോടനെയാണ് പുറകെ നടന്ന് പറയണം. അച്ചുക്കൂട്ടനോട് പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു കാര്യങ്ങൾക്കൊരു നീക്കുപോക്കുണ്ട് കേട്ടോ. അപ്പോൾ അവന്മാർ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റേതായ ജോലികളും ചെയ്യണു. കഞ്ഞി അടുപ്പത്തിട്ടു. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കുറേ ദിവസമായിട്ട് നമുക്ക് എന്താ പറയുക, ഓണക്കിറ്റ് കിട്ടിയില്ലായിരുന്നു. ഓണക്കിറ്റ് കിട്ടിയപ്പോൾ അതിനകത്ത് പായസത്തിൻ്റെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഓണത്തിൻ്റെ അന്ന് പായസം ഉണ്ടാക്കിയില്ല. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് തീരാറായിരിക്കുമായിരുന്നു. പിന്നെ ബിനുവേട്ടൻ്റെ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ അവിടെ 2-3 വീട്ടുകാർ കൂടി ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ കാരണം അവിടെ നമുക്കും കൂടെ ഉള്ളത് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്താ പറയണേ, പായസം ഉണ്ടാക്കിയില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം പിറന്നാളിന് എല്ലാവരും ചോദിച്ചായിരുന്നു പായസം ഉണ്ടാക്കണം. നമ്മൾ പിറന്നാളിന് പായസം ഉണ്ടാക്കലൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ കിറ്റ് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അപ്പോൾ തേങ്ങ തീരുന്നതിന് മുമ്പ് പായസം ഉണ്ടാക്കണം എന്നിങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൽപ്പിച്ച് ഇന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് അടുക്കളയിൽ വലിയ കറികളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും പായസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു പണിയാണല്ലോ. അതിന് നല്ലൊരു ടൈം പോകും. അപ്പോൾ ഇന്നിപ്പം എന്താ പറയണേ, പരിപ്പ് പായസമാണ് ഉണ്ടാക്കണം. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണതാണ് കേട്ടോ പരിപ്പ് പായസം. ഞാനങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ കറക്റ്റായിട്ട് വന്നു എന്നുള്ളതാണ് കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞപ്പം. അപ്പോൾ മധുരം പൊടിക്ക് കൂടുതലുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഓവർ മധുരം ആയില്ല കേട്ടോ. എന്നാലും എന്നാ പറയണേ, ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോൾ അത്ര ഒത്തു വന്നല്ലോ എന്ന് ഓർത്തു. ചിലരൊക്കെ ചില പായസമൊക്കെ നമ്മൾ കുടിക്കുമ്പോഴേ ഇങ്ങനൊരു പച്ചച്ചവ ഫീൽ ചെയ്യല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഇതൊന്നുമില്ല കേട്ടോ. അല്ലാണ്ട് തന്നെ പായസം നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമുക്ക് സംഭവം റെഡിയായി കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ പായസം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അച്ചാച്ചനാണ് കേട്ടോ. അച്ചാച്ചൻ്റെ പായസം കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ പായസം ആരും കുടിക്കില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അച്ചാച്ചൻ ഉണ്ടാക്കി തന്ന ഒരു രുചി നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ടല്ലോ. അപ്പോൾ അതും മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ പായസം ഉണ്ടാക്കിയത്. അപ്പോൾ എന്താ പറയണേ, അത്രയൊന്നും ആയില്ലെങ്കിലും നമ്മൾ ഏകദേശം ഒപ്പിച്ചു, അത്രേ പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കലും എന്നാ പറയണേ, ചപ്പാത്തി പരത്തലും എല്ലാം ഒന്നിച്ചായിരുന്നു. അപ്പോളേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതേ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്താലാണ് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുള്ളേ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്കകത്ത് അങ്ങനെയൊന്നും പറയാറില്ല. അതുകൊണ്ട് ചുമ്മാ ഒന്ന് പറഞ്ഞാൽ കേട്ടോ. എല്ലാവരും പറഞ്ഞു അങ്ങനെയൊക്കെ പറയണമെന്ന്. അങ്ങനെ പറഞ്ഞാൽ എല്ലാവരും ചെയ്യുള്ളൂ എന്നൊക്കെ അങ്ങനെ പറഞ്ഞാലും ജസ്റ്റ് ഒന്ന് പറയുന്നതാണ് കേട്ടോ. ചിലപ്പോൾ ഒന്ന് എഴുതി വിടും, അത്രേ ഉള്ളൂ. ഓർമ്മ ഇങ്ങനെ ഒന്ന് പറഞ്ഞ് നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പഠിച്ചെങ്കിലേ നമുക്കത് ഓർമ്മ വരുള്ളൂ ആ സമയത്ത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളെ വീട് മാറാനായിട്ട് തീരുമാനിച്ചു കേട്ടോ. ഹസ്ബൻഡ് ഇവിടെ നിന്ന് മാറാൻ പറഞ്ഞ് അങ്ങനെ അല്ലായിരുന്നോ. പക്ഷേ അങ്ങനെയല്ല, ഇപ്പോൾ ബിനോട്ടൻ വീട് നോക്കുന്നുണ്ട്.
എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവങ്ങൾ പാളിച്ചകളെന്ന് പറഞ്ഞതൊക്കെ അനുഭവങ്ങളാണല്ലോ. അപ്പോൾ ഞാനെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വീട് മാറാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. വീട് അന്വേഷിക്കുന്നുണ്ട്. നല്ലൊരു വീട് കിട്ടണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ഭയങ്കര വാടക എവിടെയൊക്കെ. അന്ന് നമുക്ക് അത്യാവശ്യം ഒരു 50,000 രൂപ കൂടുതലൊന്നും നമ്മൾ നോക്കണില്ല. 5000 രൂപ കിട്ടണ അത്യാവശ്യം ഉള്ള സൗകര്യമുള്ളൊരു വീട് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണേ. ഓവർ സൗകര്യമൊന്നും വേണ്ട. നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി ഒന്ന് നീറ്റായിട്ടിരിക്കാൻ പാകത്തിനുള്ളൊരു വീട് മതി കേട്ടോ. അല്ലാണ്ട് ഓവറായിട്ട് വലിയ കൊട്ടാരം വേണമെന്നൊന്നുമല്ല ഉദ്ദേശിച്ചത്. എന്താ പറയുക, ഇപ്പം ഈ കിട്ടണ ഇപ്പോഴത്തെ ഈ ഒരു ഇതിനേക്കാളും കുറച്ചുകൂടി ഒരു ഇത് അത്ര പ്രതീക്ഷിക്കണുള്ളൂ. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും തന്നെ നമുക്ക് പറ്റണില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതിന് വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്കെല്ലാം യൂട്യൂബിൽ തുറന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പലരും ഓർക്കും ഈ പൈസ ഇല്ലാത്ത സമയത്ത് മാറാൻ എന്താ ഉദ്ദേശിച്ചേക്കണേന്ന്. അപ്പോൾ മാറാൻ ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് തുറന്ന് പറയണതിനൊരു പരിമിതിയുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ നമ്മളായിട്ട് ഒന്നും തുറന്ന് പറയാണ്ടിരിക്കുക, അതല്ലേ നല്ലത്. അപ്പോൾ അതേ മക്കളെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾ എന്നാ പറയണേ, ഞാൻ മുറ്റടിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. മുറ്റടി കഴിഞ്ഞ് ഇന്നലെ ഞാനാണെങ്കിൽ അലക്കി വെച്ചിരുന്ന വെള്ളമുണ്ടുണ്ടായിരുന്നു ഉജാല മുക്കാനായിട്ട്. അപ്പോൾ ഇന്നലെ ഇവിടെയൊക്കെ തുണി വിരിച്ചാൽ വിരിക്കാൻ സ്ഥലമില്ലാത്താൻ അങ്ങനെ വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഉജാല മുക്കി കയറ്റിയിട്ടു. പിന്നെ കുറച്ച് തുണി വാഷിംഗ് മെഷീനകത്ത് ഇടാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഇടുകയും ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പെരക്കകത്തേക്ക് വന്നു. വീടിനകത്ത് ഉണ്ടല്ലോ ഇഷ്ടം പോലെ പണി. അപ്പോൾ അതുപോലെ തന്നെ വീടിനകത്തുള്ള ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നീറ്റാക്കി വിരിച്ചിട്ടു. മടക്കി വെക്കാനുള്ള മടക്കി വെച്ചു. വീടൊക്കെ ഒന്ന് അടിച്ചു വാരി അതിന് ശേഷമാണ് അടുക്കളയിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇപ്പോൾ തുടങ്ങിയാൽ ഒരു 2-3 മണിക്കൂർ എന്തായാലും എടുക്കുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് കേട്ടോ പരിപ്പ് പായസം ഉണ്ടാക്കണത്. കാരണം നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പം പെട്ടെന്ന് പോയി ഉണ്ടാക്കുന്ന ഒരാളുടെ തന്നെ റെസിപ്പി നോക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനാണെങ്കിൽ 2-3 വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടി. എന്നിട്ട് ഞാൻ എൻ്റേതായ ഐഡിയയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതായത് നമുക്ക് സംഭവം എങ്ങനെയെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഉണ്ടാക്കാമല്ലോ. അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു 1.5 തേങ്ങ, അതായത് ഒരു തേങ്ങ പൊട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അരമുറി തേങ്ങയും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ 1.5 തേങ്ങയുടെ പാലാണ് ഞാനിത് എടുക്കണത് കേട്ടോ. ഒരു കപ്പ് നമ്മുടെ പരിപ്പാണ് എടുക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ തേങ്ങ പൊട്ടിച്ച വഴി ഇച്ചിരി തേങ്ങാക്കൊത്ത അരിഞ്ഞ് വെക്കുവാണ്. വേറെ ഒന്നുമല്ല, നമുക്ക് ലാസ്റ്റ് കടുകെന്ന് പൊട്ടേ അപ്പം പായസത്തിന് കടുക് താളിക്കില്ലല്ലോ അല്ലേ നമ്മൾ. എന്തിനാ ലാസ്റ്റ് നമ്മളിങ്ങനെ നെയ്ക്കകത്ത് വറുത്തിടിയല്ലേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ അങ്ങ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് പിന്നെ തിരക്ക് പിടിക്കേണ്ടാവും. ചിലപ്പോൾ തേങ്ങയൊക്കെ ചിരണ്ടണ സമയത്ത് എല്ലാം കൂടെ അങ്ങ് ചിരണ്ടി പോവും, പിന്നെ ഓർക്കില്ല. അപ്പോൾ അത് അരിഞ്ഞു വെച്ചു. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ചുക്കും ഒരിത്തിരി ജീരകവും ഒരു 3-4 ഏലക്കായൊക്കെ അങ്ങോട്ട് ചതച്ച് പൊടിച്ച് വെച്ചു കേട്ടോ. കാരണം അത് പൊടിയായിട്ട് ചേർക്കണേ നല്ലത്. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ പായസത്തിനകത്ത് ഇങ്ങനെ കടിക്കും. ഇത് ഞാനാണെങ്കിൽ ഇടികല്ലിനകത്തിട്ട് ഇടിച്ചെടുക്കുക ചെയ്തത്. കാരണം അത് പൊടിക്കാൻ മാത്രം ഇല്ലല്ലോ. അപ്പോൾ പിന്നെ 250 ml കപ്പിന് 1 കപ്പ് ആണ് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ഒന്ന് എന്താ പറയണേ, ഒന്ന് വറുത്തെടുത്തിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കണേ കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പ് ഏകദേശം വറന്ന് വന്നിട്ടുണ്ട്. പതിയെ ഒന്ന് കളർ മാറി അതിൻ്റെ ഒരു പച്ചപ്പ് മണം ഉണ്ട്. ആ പച്ചപ്പ് മണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ തന്നെ നമുക്കറിയാം കേട്ടോ. പതിയെ ഒരു കളർ മാറ്റം വരും. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോവുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ വലിയ ഉരുളിച്ചട്ടി ആയിരുന്നു ചട്ടിക്കകത്തൊക്കെ ഇട്ട്. എന്നാന്ന് വെച്ചാൽ ചെറിയ പാത്രം വെച്ചിട്ട് നമ്മൾ ഇതിനകത്തേക്ക് മറിച്ച് കഴിഞ്ഞാൽ അത് മറിയാൻ ഭയങ്കര പാടായിരിക്കും. അല്ലെ തന്നെ നമുക്ക് അങ്ങനത്തെ ഈ വാർക്കട ഉരുളിയാകുമ്പോൾ അറിയാമല്ലോ, ചൂടിങ്ങനെ പിടിച്ചിട്ട് നമുക്ക് എന്നാ പറയണേ ഇടാനൊക്കെ ഇച്ചിരി പാടാണ്. അപ്പോൾ ഞാനത് കഴുകിയിട്ട് നന്നായിട്ട് കഴുകി വാരി കുക്കറിനകത്തിട്ട് നകക്കെ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ചു. അപ്പോൾ 2-3 വിസിലടിച്ച് കഴിഞ്ഞാൽ വെന്ത് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര ഞാൻ ഇത്രയും ശർക്കരയാണ്, അതായത് 2 ഉണ്ട ശർക്കര നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ചെറിയൊരു പീസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഏകദേശം അളവൊന്നും എനിക്ക് പറയാൻ അറിയില്ല. ഇവിടെ ഉണ്ടയായിട്ടാണ് ശർക്കര കിട്ടുക കേട്ടോ. ഏകദേശം ഒരു 200 ഗ്രാം ഉണ്ടായിരിക്കാമെന്ന് പ്രതീക്ഷിക്കാം. കറക്റ്റ് അളവ് അറിയില്ല. അപ്പോൾ എന്നാലും ഏകദേശം കാണുമ്പോൾ അറിയാലോ. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട്, ഇടിച്ച് പൊടിച്ചെടുത്തു. എന്നിട്ട് ഒരു കപ്പില്ല കേട്ടോ, ഒരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഞാനിത് എന്നാ പറയണേ ശർക്കര ലായനിയാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കാണ്ട് അങ്ങ് ഉണ്ടാക്കാമെന്നുള്ളൂ. പിന്നെ ഇപ്പോൾ ശർക്കരപ്പാനി നമുക്ക് അധികമാണെന്ന് തോന്നുകയെന്ന് കഴിഞ്ഞാൽ നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ, വേസ്റ്റായി പോയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഓർത്തും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ നേരത്തൊക്കെ എടുക്കാമല്ലോ. പക്ഷേ ഞാനിത് ഫുള്ളായിട്ട് പായസത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പായസത്തിൻ്റെ അതേ മധുരം വന്നു. ഹസ്ബൻഡിന് ഒരിത്തിരി പൊടിക്ക് മധുരം കൂടുതലെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്നാലും എനിക്കിത് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പായസത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് അത് തന്നെയാണ് കേട്ടോ. ഇനി അഥവാ മധുരം കൂടിയാൽ വെച്ചാൽ തേങ്ങാപ്പാലോടെ ഒഴിച്ച് ഇങ്ങനെ കുറുക്കിയെടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മളങ്ങനെയൊക്കെയല്ലേ പായസം ഉണ്ടാക്കണം ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഒക്കെ.
പിന്നെ ഇവിടെ ശർക്കര പായസമല്ല, കൂടുതൽ ഈ സേമിയ പായസമാണ് ഉണ്ടാക്കണത്. അതുകൊണ്ട് തന്നെ ശർക്കര പായസം ഉണ്ടാക്കൽ വളരെ കുറവാണ്. ഈ പണി ഓർത്തിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് പരിപ്പ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ പരിപ്പ് നമ്മൾ ഉരുളിക്കകത്തേക്ക് ഇട്ടു. എന്നിട്ട് ശർക്കര പാനി ഒഴിച്ചു കൊടുത്തു കേട്ടോ. പാനി അരിച്ചാണ് ഒഴിച്ചു കൊടുത്തേക്കണത്. ഉരുളി വെച്ചിട്ടൊന്നും ശരിയാവണില്ലായിരുന്നു. എവിടേക്കോ ഒരു തട്ടിലെ മുട്ടലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ആ സ്റ്റൗവിൻ്റെ കറക്റ്റ് അതേ തന്നെ ഉരുളിയുടെ പടിയും കൂടെ വന്നാണ് പറ്റിയത്. അപ്പോൾ ശർക്കര പാനി ഒഴിച്ച് പരിപ്പ് ഇട്ട് പരിപ്പ് പതിയെ ഒന്ന് ഉടച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് 1 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടത് തിളച്ച് വരണം. നന്നായിട്ട് തിളച്ച് ഈ ശർക്കരപ്പാനിക്കകത്ത് കിടന്ന് ഈ പരിപ്പ് നന്നായിട്ട്, അല്ലാതെ ശർക്കരപ്പാനി ഈ പരിപ്പിലേക്ക് നന്നായിട്ട് പിടിക്കണം. ആ ഒരു പരിവാവണം കേട്ടോ. അപ്പോൾ അത് 2-3 മിനിറ്റ് എന്തായാലും ഒന്ന് തിളക്കട്ടെ അവിടെ ഇരുന്ന്. പിന്നെ ഉരുളിയാകുമ്പോൾ ഒരു ഗുണമുണ്ട് കേട്ടോ. നമ്മൾ പായസം വെക്കാൻ ഏറ്റവും നല്ലത് ഉരുളിയാണ്. പെട്ടെന്ന് പാത്രം ചൂടായി വരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വറ്റി കുറുകിയൊക്കെ കിട്ടാൻ എളുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ശർക്കരക്കകത്ത് കിടന്ന് പരിപ്പ് ഏകദേശം ഒന്ന് കുറുകി പതിയെ ഒന്ന് വറ്റി വരുന്ന സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഏകദേശം ഒരു 4-5 മിനിറ്റ് എടുത്തു. 5 തിളച്ച് കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ പാത്രത്തിൻ്റെയൊക്കെ നമ്മളൊന്ന് ഏകദേശം ഒരു കണക്ക് നോക്കിയാൽ മതി, അത്രേ ഉള്ളൂ. അപ്പം ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2ാം പാൽ ഒഴിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ 2ാം പാലിൻ്റെ അളവെന്ന് പറഞ്ഞൊരു 2 ലിറ്റർ മുകളിലുണ്ടായിരുന്നു കേട്ടോ. 2-2.5 ലിറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഈ പാലൊഴിച്ചിട്ട് നമ്മൾ ഇട്ടേച്ച് പോരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ പാലൊഴിച്ച് തിളച്ച് വരുന്നോടം വരെ നമ്മളിങ്ങനെ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല കേട്ടോ. തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നാലും നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നാലും ഈ കൈവിടാണ്ട് ഇളക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അത് ആ പായസം ഇങ്ങനെ കുറുകി വരുന്ന പാകമാണ്. നന്നായിട്ട് കുറുകി വരട്ടെ കേട്ടോ. ഈ 2ാം പാൽ ഒഴിച്ചിട്ട് കുറുകി വന്നു കേട്ടോ. എനിക്ക് വീഡിയോ പകുതിയല്ലേ എടുക്കണുള്ളൂ, എല്ലാം ഫുള്ളായിട്ട് എടുക്കണമല്ലോ. അപ്പോൾ അത് അത്യാവശ്യം കുറുകി വന്ന സമയത്ത് നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന ജീരകവും ചുക്കും ഒക്കെ ഇല്ലേ, ഏലക്കായൊക്കെ ഇല്ലേ, അതൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് തിളയ്ക്കട്ടെ. അത് കഴിയുമ്പോൾ നമ്മൾ 1ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. 1ാം പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയണേ, തിളയ്ക്കൊന്നും വേണ്ട. അത്യാവശ്യം പതിയെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമോ, അല്ലെങ്കിൽ പതിയെ ഒന്ന് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫാക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പായസം റെഡിയായി വരുന്നുണ്ട്. ഇനി താളിക്കുക എന്ന് പറയുന്ന പരിപാടിയേ ഉള്ളൂ കേട്ടോ. താളിക്കാനായിട്ട് അപ്പോൾ ഇനിയിപ്പോൾ താളിക്കുകയാണ്. ഒരു 1.5 സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനകത്തേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയാണ് ഇട്ട് കൊടുക്കണേ. ഞാൻ മുന്തിരി ഒത്തിരി ഇട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മുന്തിരി അങ്ങനെ ഒത്തിരി വേണം എനിക്കിഷ്ടമല്ല. പിന്നെ പായസം പെട്ടെന്ന് കേടാവും എന്നൊക്കെ പറയണേം കേൾക്കാം ഈ മുന്തിരി ഒത്തിരി ഇട്ടാൽ. അതുകൊണ്ട് ഞാൻ കുറച്ച് മുന്തിരി ഇട്ടുള്ളൂ. അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്ത് കൂടുതലിട്ടു. തേങ്ങാക്കൊത്ത് ഇട്ടു, അണ്ടിപ്പരിപ്പും അത്യാവശ്യം ഇട്ടു. പിന്നെ കുറച്ച് ലേശം പേരിന് മുന്തിരിയും കൂടി ഇട്ടു കേട്ടോ. അപ്പോൾ ഒരു മണിക്കൂറോളം ഞാൻ വറ്റിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു കുറുകി വന്നത്. അപ്പോൾ നന്നായിട്ട് മടുത്തു പോയായിരുന്നു ഈ സംഭവം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ തേങ്ങാക്കൊത്ത് പതിയെ ഒന്ന് വറന്ന് വന്നു കഴിയുമ്പോഴാണ് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കണം. അണ്ടിപ്പരിപ്പ് പതിയെ ഒന്ന് കളറൊന്ന് മാറിക്കഴിയുമ്പം നമ്മുടെ മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ അതാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കാണാനും നല്ല രസമായിരുന്നു, കഴിക്കാനും നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ പരിപ്പ് പായസം ഇഷ്ടമുള്ള നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയേക്കണേ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നെ. നിങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വേറെ എന്തെങ്കിലും രീതി ഉണ്ടെങ്കിലും പറഞ്ഞു തരിക കേട്ടോ. അപ്പോൾ ഞാനിത് എൻ്റേതായ ഐഡിയ വെച്ചിട്ട് ചുമ്മാ അങ്ങ് ചെയ്തെന്നേ ഉള്ളൂ. എന്നാ പറയണേ, ഒക്കട്ടെ അല്ലെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങ് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ അതാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അകലെ നോക്കുമ്പോൾ ഏകദേശം കളർ കിട്ടും. അടുത്ത് വരുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഇതും കൊണ്ട് എന്താ പറയുക, ഒരു കറക്റ്റ് ആ കളറ് കിട്ടണില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കളർ കിട്ടിയെന്ന് തോന്നുന്നു. എന്തായാലും ആവട്ടെ. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇച്ചിരി ഉണ്ടാക്കി എടുത്ത് കഴിച്ചില്ലേ പിന്നെ എന്തോന്ന് പായസം അല്ലേ. ഞാൻ ആദ്യം തന്നെ കുറച്ച് എടുത്തു കേട്ടോ ഗ്ലാസ്സിനകത്ത്. അപ്പോൾ ഇത് നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കുമായിട്ട് സമർപ്പിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് കഴിച്ചിട്ട് വരട്ടെ. അപ്പോൾ ഞാനത് പോയിരുന്ന് പതിയെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ചെയ്തപ്പോഴത്തേക്കും ഞാൻ തീരെ മടുത്തു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നാ പറയണേ, വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോയി. അപ്പോൾ വിശേഷങ്ങൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്